സൂചിപ്പിച്ചത്. നമ്മൾ ഇനി യുദ്ധവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളിലേക്ക് മടങ്ങിപ്പോകുകയാണ്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും പി ജെയിംസ് വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. പി ജെയിംസ്, കഴിഞ്ഞ മണിക്കൂറിലാണ് അമേരിക്കയുടെ ഒരു പ്രതികരണം വരുന്നത്. പെന്റഗൺ വാർത്താ സമ്മേളനം കഴിഞ്ഞ മണിക്കൂറുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കൂടിയായി മാറുന്നുണ്ട്. അമേരിക്ക ഈ വിഷയത്തിൽ സ്വീകരിക്കാൻ പോകുന്ന തുടർ നിലപാടുകൾ എന്താണ് എന്നുള്ളത് അതിൽ നിന്നും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇറാനെ പൂർണ്ണമായും നിരായുധീകരിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് അമേരിക്ക പോകുന്നുവെന്ന് പറയുന്ന ഘട്ടത്തിൽ തന്നെ യുദ്ധം തുടങ്ങിയത് തങ്ങളല്ല, പക്ഷെ അവസാനിപ്പിക്കാൻ തങ്ങൾക്കാകും എന്നും അമേരിക്ക പറയുന്നുണ്ട്. പക്ഷേ ഇറാന്റെ പൂർണ്ണമായ പതനം കാണാതെ പിന്മാറില്ല എന്ന വ്യക്തമായ സൂചനയാണോ അമേരിക്ക നൽകുന്നത്? അസിത, വലിയ രീതിയിൽ അമേരിക്ക ഈ യുദ്ധത്തെ ഒരുപക്ഷെ ആളിക്കത്തിക്കുന്ന, എരിതീയിൽ എണ്ണയൊഴിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് പെന്റഗണിൽ നിന്ന് വരുന്നത്. സ്വാഭാവികമായിട്ടും ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ രൂക്ഷമായിരിക്കും. കാരണം അവർ പറഞ്ഞിരിക്കുന്നത് ഇറാനെ ആണവായുധം നിർമ്മിക്കാൻ അനുവദിക്കില്ല. ഇറാഖിൽ അമേരിക്ക ആക്രമണം നടത്തിയപ്പോൾ പറഞ്ഞത് അവിടെ രാസായുധമുണ്ട്, ജൈവായുധമുണ്ടെന്ന് പറഞ്ഞാണ്. അവസാനം ഒന്നും കണ്ടെത്താൻ പറ്റിയില്ല, ഇറാഖിനെ നാമാവശേഷമാക്കി പോയി. ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇറാനെ തകർക്കും, അവിടുത്തെ സൈന്യത്തെ ഇല്ലാതാക്കുമെന്നാണ് പറയുന്നത്. സൈന്യം എന്ന് പറയുന്നത് അവിടെ 6 ലക്ഷത്തി ചില്ലാൻ സൈന്യവും റിസർവ് എല്ലാം അടക്കം 8 ലക്ഷത്തോളം സൈനികരുണ്ട്. അപ്പോൾ ആ സൈന്യത്തെ ഇല്ലാതാക്കും. അതുപോലെ തന്നെ അവിടുത്തെ ഈ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതാക്കാതെ അവിടെയാണ് ഇപ്പോൾ ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മിസൈൽ വേദ സംവിധാനങ്ങൾക്ക് നേരെ ബോംബിംഗ് നടത്തുന്നുണ്ട്. ബാലിസ്റ്റിക് മിസൈലുകൾ കേന്ദ്രങ്ങൾ, ഉൽപ്പാദന കേന്ദ്രങ്ങൾ തകർക്കുന്നുണ്ട്. ആണവായുധ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടക്കുന്നു. ഒരുപക്ഷെ നട്ടാൻസിൽ ചെയ്തു, മറ്റ് ആണവ കേന്ദ്രങ്ങളും തകർക്കും. ആണവായുധ ശേഷി ഇല്ലാതാക്കും. അണുവായുധ ശേഷി വെച്ചാൽ അത് ഉണ്ടാക്കാനുള്ള സമ്പുഷ്ട യുറേനിയം 400 കിലോഗ്രാം ഇപ്പോഴും നട്ടാൻസിലോ ഫർദോയിലോ ഉണ്ട് എന്ന് പറയുന്നു. അതിനുവേണ്ടിയുള്ള സെർച്ച് കൂടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ തരത്തിൽ അമേരിക്ക ഇറാനെ ഒരു തരത്തിലും ഒരു സൈനിക ശക്തിയായിട്ട് പശ്ചിമേഷ്യയിൽ നിലനിൽക്കാൻ അനുവദിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് അറിയില്ല. സ്വാഭാവികമായിട്ടും ഇറാൻ ഇതിനുള്ള അടി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിനും അമേരിക്കയുമായി ബന്ധമുള്ള ഗൾഫ് അറേബ്യൻ രാജ്യങ്ങൾക്കും എതിരെയാണ്. ഖത്തറിനെതിരെ ആക്രമണം നടത്തി. സൗദിയിൽ അവിടുത്തെ എനർജി സെൻറ്റേഴ്സ്, എണ്ണപ്പാടങ്ങൾ, അതുപോലെ തന്നെ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് കൂടി ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുന്നു. ഇതുവരെ പറഞ്ഞത് അവിടെ ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സേനാ താവളങ്ങളെ ആക്രമിക്കുമെന്നാണ്. സേനാ താവളങ്ങളിലേക്ക് ആക്രമണം വലിയ തോതിൽ നടത്തിയിരുന്നു കഴിഞ്ഞ 2 ദിവസമായി. 3-ാം ദിവസം എത്തുമ്പോൾ അത് വിട്ടുകൊണ്ട് മറ്റ് ഈ ഗൾഫ് അറബ് രാജ്യങ്ങളെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ആക്രമണത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഇറാൻ കാണുന്നത് എങ്ങനെയെങ്കിലും അമേരിക്കയെ സമ്മർദ്ദം ചെലുത്തി ഈ ഗൾഫ് അറബ് രാജ്യങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ പ്രേരിപ്പിക്കണം എന്നാണ് ഇറാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇറാനിലേക്ക് ഇസ്രായേലിൻ്റെ വലിയ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം ഇറാൻ്റെ ആക്രമണം ഇസ്രായേലിലേക്കും നടന്നുകൊണ്ടിരിക്കുന്നു. ഇറാൻ അവകാശപ്പെടുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് മിസൈൽ അയച്ചു എന്നാണ്. പക്ഷെ അത് ഇസ്രായേൽ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇസ്രായേലിൻ്റെ അയൺ ഡോം അതിനെയൊക്കെ തകർത്തുകൊണ്ട് ജെറൂസലമിൽ, അതുപോലെ തന്നെ ഹൈഫ തീരദേശ നഗരത്തിൽ, ടെല്ലവീവിൽ ഒക്കെ മിസൈലുകളും ഡ്രോണുകളും പതിക്കുന്നുണ്ട്. അത് ഒരുപാട് വരുന്നത് കുറേ അയൺ ഡോം തടയുന്നുണ്ട്, ബാക്കിയെല്ലാം വന്ന് വീഴുകയാണ്. അതുപോലെ തന്നെ ലെബനോനിലേക്കുള്ള യുദ്ധവും രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ലെബനോനിൽ ഹെസ്ബുള്ളയുമായിട്ട് ഏറ്റുമുട്ടലിലാണ്. ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾ ലെബനോനിൽ തീമഴ പെയ്ച്ചുകൊണ്ടിരിക്കുക. അവിടുത്തെ സർക്കാർ പറയുന്നു ഞങ്ങളല്ല ഇതിനെ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഹെസ്ബുള്ള അവിടുത്തെ ഭരണ കേന്ദ്രമല്ല, പക്ഷെ അവർ ഇറാൻ്റെ പ്രോക്സി പോലെ നിൽക്കുന്ന സംഘടനയാണ്. അവർ നടത്തുന്നത് ഇലീഗലായിട്ടുള്ള പ്രവർത്തനമാണ്. ആയുധങ്ങൾ അവിടുത്തെ ലെബനീസ് സർക്കാരിന് വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഹെസ്ബുള്ള വഴങ്ങിയിട്ടില്ല. അപ്പം ലെബനൻ അവിടെ ഇത് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇറാഖിലെ എർബിൽ ഇപ്പോഴും അവിടെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ അവിടുത്തെ ആയുധപ്പുരയ്ക്ക് തീപിടിച്ചിട്ടുണ്ട്. അവിടെ ഒരു തവണയല്ല പല തവണയായിട്ട് സ്ഫോടനങ്ങൾ ഉണ്ടായതായിട്ടുള്ള വാർത്ത വരുന്നു. ഇപ്പോൾ ഇറാൻ അവരുടെ പരമോന്നത നേതാവ് ഇതിനെ കൊലപ്പെടുത്തിയതിനുള്ള പ്രതികാര ദാഹത്തിൽ തലങ്ങും വിലങ്ങും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കും നന്നായി അടി കിട്ടുന്നുണ്ട്. അതിനിടയിലാണ് ഖമനേയിയുടെ ഭാര്യ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത വരുന്നത്. അതുപോലെയുള്ള ഒരുപാട് വാർത്തകൾ ഈ സമയത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ വന്ന വേറൊരു വാർത്ത, ഇറാൻ്റെ പരമോന്നത നേതാവ്
ആയത്തുള്ള അലി ഖമനി കൊല്ലപ്പെടുന്നതിന് മുമ്പ് അവസാനമായി അമേരിക്കയോട് നടത്തിയ മുന്നറിയിപ്പിൽ പറഞ്ഞത് ഈ വിമാനവാഹിനി യുദ്ധക്കപ്പലുകൾ USS അബ്രഹാം ലിങ്കനും USS ജെറാൾഡ് ഫോർഡും ഒക്കെ ഇറാന്റെ തീരത്തിനടുത്തൊക്കെ വന്ന് നിൽക്കുന്നത് അപകടകരമായ അവസ്ഥ തന്നെയാണ് ഞങ്ങൾക്കറിയാം. പക്ഷേ അതിനേക്കാൾ അപകടകരമാണ് ഈ വിമാനവാഹിനി യുദ്ധക്കപ്പലുകളെ, അമേരിക്കൻ കപ്പലുകളെ മുക്കാൻ കഴിയുന്ന ആയുധങ്ങൾ. അതിനുള്ള ആയുധങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനുശേഷമാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത്. അതിനുശേഷം വന്ന ഒരു കാര്യം, ചൈനയുമായി ഇറാൻ ഒരു ധാരണയിലായി CM-302 എന്ന ആന്റി ഷിപ്പ് മിസൈൽ അവരുടെ കൈവശം അവർ പ്രയോഗിക്കാനായി കാത്തിരിക്കുകയാണ്. അപ്പോൾ അത് ഒരുപക്ഷെ ഇറാന്റെ കയ്യിൽ കിട്ടിയാൽ സൂപ്പർസോണിക്കാണ്, 4 സെക്കൻഡ് മതി അത് ഒരു കപ്പലിൽ അടിക്കാനായിട്ട്. ചൈന അതിന് മുതിരുമോ, ചൈനയുടേത് ഇറാന് കൈമാറിയിട്ടുണ്ടോ, ഇതൊന്നും നമുക്കറിയില്ല. അപ്പോൾ അടുത്ത രംഗത്തേക്ക് വരുമ്പോൾ അത് കൈവിട്ടു പോകുമോ എന്നുള്ള തരത്തിൽ ഒരു തരത്തിലുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട് അസിത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.